സത്യം പറയാലോ, ഈ ആണുങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആണുങ്ങൾ. അവർ ഉള്ളിൽ വല്ലാതെ സഫർ ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന സിനിമയിലെ ആ സീനാണ്. വിൽ സ്മിത്തും മകനും കൂടിയിട്ട് ആ റെയിൽവേ സ്റ്റേഷനിലെ ബാത്റൂമിൽ കിടന്നുറങ്ങുന്ന ആ ഒരു സീനുണ്ടല്ലോ. പുറത്ത് ആൾക്കാർ വാതിലിൽ മുട്ടുമ്പോൾ മകൻ പേടിക്കാതിരിക്കാൻ അയാൾ ചെവി പൊത്തിപ്പിടിച്ച് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മകൻ ആ നെഞ്ചിൽ സമാധാനമായിട്ട് ഉറങ്ങാണ്. പക്ഷേ ആ അച്ഛൻ അനുഭവിക്കുന്ന വേദനയൊന്നും അവനെ അറിയുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള പല ആണുങ്ങളും ഇതുപോലെയാണ്. ലൈഫിൽ വലിയ വലിയ ഗോൾസ് ഉള്ള, ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന, അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ അധികം സമയം ചെലവഴിക്കാൻ പറ്റിയെന്ന് വരില്ല. രാവിലെ എഴുന്നേറ്റ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പോലും അയക്കാൻ അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർ പുറത്തനുഭവിക്കുന്ന അപമാനങ്ങളും തോൽവികളും ഒന്നും വീട്ടിൽ അറിയിക്കാറില്ല. ഭാവിയിൽ നിങ്ങൾ അവരെ പോലെ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ നിങ്ങൾക്കായിട്ട് കഷ്ടപ്പെടുന്നത്. നിങ്ങളെ നന്നായി നോക്കുന്നതിനിടെയാണ് അവരവരുടെ സ്നേഹം കാണിക്കുന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവർ വീട്ടിലെത്തുമ്പോൾ അവിടെയും പരാതികൾ പറയാതെ അവരൊന്ന് ചേർത്ത് പിടിക്കാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആണുങ്ങൾ ഉള്ളിലും പുറത്തും ഒരുപോലെ കഷ്ടപ്പെടുന്നുണ്ട്.